ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ സ്കാമിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ സ്കാം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരെയാണ് ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. കൂടുതലും വീട്ടമ്മമാരൊക്കെ ആയിരിക്കുമല്ലോ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത്. നമ്മളെ പാനിക്കാക്കി എങ്ങനെയാണ് ഒരു ട്രാപ്പിൽ പെടുത്തുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഈ വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അപ്പം അങ്ങനെയുള്ളവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാതെ വലിയ വലിയ കോർപ്പറേറ്റ്സിനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. സാധാരണ ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജ് വഴിയാണ് ഞാനൊരു ആഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാമല്ലോ. അപ്പോൾ ആഡ് ബൂസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഓൾ കേരള അല്ല കൊടുത്തത്, ഓൾ ഇന്ത്യ ആണ് കൊടുത്തിരുന്നത് ഓഡിയൻസ്. അതായത് അതിനകത്ത് ഓഡിയൻസ് സെറ്റിങ്സിൽ ഓൾ ഇന്ത്യ കൊടുത്താണ് ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആഡ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മൊത്തം ഡെലിവർ ആവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴാണ് ഓരോരോ മിസ്റ്റേക്സ് മനസ്സിലാകുന്നത്. അതിന് പിന്നെ ഞാൻ ഓൾ ഇന്ത്യ കൊടുക്കാറില്ല കേട്ടോ. അപ്പം എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഓൾ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡൽഹിയിൽ നിന്നൊരു ഒരു എൻക്വയറി വരുന്നു എൻ്റെ വാട്സപ്പിലോട്ട്. അപ്പം എൻക്വയറി വന്ന ഉടനെ അവർ ചോദിക്കുന്നത് പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതിന് എത്ര രൂപയാകും ഫോട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നോർമലി ഫോട്ടോസ് അയച്ചു തന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തരണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പറയുവാണ് പേയ്മെൻറ്റ് എത്രയാണ്, പേയ്മെൻറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ വാങ്ങുന്നത്. നമ്മൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് വാങ്ങിക്കാറില്ല. നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഫോട്ടോസ് ഒരു വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഡിസൈൻ ചെയ്ത് ഓക്കെ അതിന് ശേഷം GPay വഴി പേയ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ പ്രിൻ്റ് ഇടുന്നത് വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നുന്നതാണ്. പിന്നെ ആദ്യം തന്നെ ഡൽഹിയിൽ നിന്നാണിത് എൻക്വയറി വന്നപ്പോൾ തന്നെ ഞാൻ ഓർത്തു ആക്ച്വലി നമ്മുടെ സബ്ലിമേഷൻ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഔട്ട്സൈഡ് കേരളയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു ഈ ഡൽഹിയിലിരിക്കുന്നവർക്ക് കേരളത്തിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. പിന്നെ ഓർത്തു ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമുക്ക് കിട്ടാത്തൊരൈറ്റം ആയിരിക്കാം എന്നോർത്താണ് ഞാനത് എൻക്വയറിക്ക് റിപ്ലൈ കൊടുത്തത്. അപ്പോൾ അവർ ഫസ്റ്റിൽ തന്നെ ഇതിന് പറയുന്നത് പേയ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ പേയ്മെൻറ്റ് എത്താമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഷിപ്പിംഗ് ഉൾപ്പെടെ ഞാൻ കൊറിയർ DTDCയിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 950 രൂപയായിരുന്നു അപ്പോൾ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ 950 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്കാം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് പറഞ്ഞു. അവരെപ്പോഴും ഞാൻ ചോദിച്ചു അഡ്രസ്സും കൂടി ഇടാൻ പറഞ്ഞു. അപ്പോൾ അവർ അഡ്രസ്സ് ഇട്ടു. പക്ഷേ അവർ ഫോട്ടോ എടുക്കുന്നില്ല. അവർ ഫസ്റ്റിലെ തന്നെ പേയ്മെൻറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അവർ പേയ്മെൻറ്റ് ചെയ്തായിട്ട് നമുക്കൊരു സ്ക്രീൻഷോട്ട് അയക്കുന്നു. എങ്ങനെ അയച്ചാൽ പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു സ്കാം ചെയ്ത ഒരു സ്ക്രീൻഷോട്ട്. അതായത് 9500, അതായത് 950 സ്ഥാനത്ത് 9500 അവരെനിക്ക് ഇട്ടു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കോൾ ചെയ്യുവാണ്. പെട്ടെന്ന് ഒരു വാട്സപ്പ് കോൾ വരുന്നു, മാം പ്ലീസ്. അപ്പം ഞാൻ എടുക്കുന്നില്ല. ഞാൻ അന്നേരം പാനിക്കായി. കാരണം 9500 അവർ ഇട്ടെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ സാധാരണ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ 9500-നകത്തുനിന്ന് ഈ 950 എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് റീഫണ്ട് ചെയ്യും. നോർമലി നമ്മളതാ ചെയ്യുന്നത്. പക്ഷെ ആരും നമ്മൾ GPay ചെക്ക് ചെയ്യാനേ പോണില്ല. അപ്പോൾ നമ്മൾ GPay ചെക്ക് ചെയ്യാതെ നമ്മളിത് അയക്കാൻ പോയി കഴിഞ്ഞാൽ അവരൊരു GPay കയറുമ്പോൾ തന്നെ GPayന്നും ഒരു സ്കാമിൻ്റെ ഒരു റെഡ് അലേർട്ട് കാണിക്കും. നമ്മളതും കടന്ന് നമ്മൾ GPay വഴി അവരൊരു സ്കാമിൻ്റെ സെറ്റ് ചെയ്തൊരു സംഭവമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ എമൗണ്ട് നമ്മൾ റിട്ടേൺ അയക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള കാശ് അവർ അക്കൗണ്ടിൽ പോകും. അപ്പോൾ ഞാൻ ഇങ്ങനൊരു മെസ്സേജ് കണ്ടപ്പോഴേ ഇങ്ങനെ ഓൺലൈൻ സ്കാമിനെ പറ്റിയൊക്കെ കുറച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ GPay ചെക്ക് ചെയ്തു. GPayയിലെ ബാലൻസ് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. അതാദ്യം ഞാൻ കൺഫേം ആക്കിയതിന് ശേഷം അവർക്ക് മെസ്സേജ് ഇട്ടു, ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവിടെ സ്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു മൊമെൻറ്റിൽ ആ കോൾസ് അവർ പെട്ടെന്ന് വിളിക്കും. നമ്മൾ കട്ട് ചെയ്താലും നമുക്ക് GPay ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ടൈം അവർ തരത്തില്ല. അതായത് അവർ ക്രെഡിറ്റ് ചെയ്തു എന്ന്, മാം ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയി പോയി പ്ലീസ് റീഫണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കോൾ ചെയ്യും. അതായത് നമുക്ക് GPayയിലെ ബാലൻസ് നോക്കാനുള്ളൊരു സമയം തരുന്നില്ല. നമ്മളെ പാനിക്കാക്കും പെട്ടെന്ന്. അപ്പം ഞാൻ GPay ബാലൻസ് നോക്കി. അല്ലെങ്കിലും എൻ്റെ കയ്യിൽ തിരിച്ചിത്രം കൊടുക്കാനുള്ള പൈസ ഇല്ലായിരുന്നു അക്കൗണ്ടിൽ. ഇനി അക്കൗണ്ടിൽ കാശുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, ആ എമൗണ്ട് അവർ പറഞ്ഞ എമൗണ്ട് റിട്ടേൺ തിരിച്ച് അവർ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. പിന്നെ യാതൊരു ഐഡിയയും കാണത്തില്ല. അപ്പോൾ പേയ്മെൻറ്റ് പൈസ പോയി. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തു. അപ്പം നിങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് കോൾ വന്നാലും എന്ത് മെസ്സേജ് വന്നാലും നമ്മൾ ആദ്യം തന്നെ GPayയിൽ ഈ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ നോക്കുക.
ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ക്രെഡിറ്റ് ആയിട്ടില്ല, പിന്നെ നമ്മൾ റീഫണ്ട് ചെയ്യും. പിന്നെ ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ, സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിലോട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈൻ സ്കാമിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ പാനിക്കാകാതിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ വന്നപ്പോൾ ഹസ്ബൻഡിനോട് വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജി പേയിലെ ബാലൻസ് നോക്കണോ അയച്ചു കൊടുക്കണോ എന്നൊക്കെ. എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് അത്ര ഇല്ലായിരുന്നു, അത് ശരിയാണ്. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് ആയല്ലോ, അയ്യോ അവർ ഇത്രയും എമൗണ്ട് ക്രെഡിറ്റ് ആക്കിയല്ലോ, തിരിച്ചിട്ട് കൊടുക്കാം, അങ്ങനെയാണ് നമ്മൾ നോർമലി ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ, ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ മാത്രം, വീട്ടമ്മമാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പം നമ്മുടെ പൈസ പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ ജി പേ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഇനി റിയലി ഇട്ടെങ്കിൽ പോലും ഇപ്പം ഇതൊരു സ്കാം അല്ലാതെ ഇങ്ങനെ ചെയ്യാം അല്ലേ, ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആര് പേയ്മെൻറ്റ് ഇട്ടാലും നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അതും വലിയ എമൗണ്ട് നമുക്ക് മെസ്സേജ് വരുമല്ലോ, ജി പേയിൽ തന്നെ നമുക്ക് മെസ്സേജ് വരുമല്ലോ, ക്രെഡിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മെസ്സേജ് വരും. അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതിൽ പാനിക്കാകാതിരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വീഡിയോ. എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്ത് നോക്കുക. ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുക, ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാവും, ഇങ്ങനത്തെ ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മളെല്ലാം പഠിച്ചിട്ടല്ല വരുന്നത്, ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.